ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇതാ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നു. ലോങ് വീഡിയോ ഇല്ല, ഒരു ലോങ് വീഡിയോ. എന്താണ് ലോങ് വീഡിയോ? ഞാൻ അന്ന് വിചാരിച്ചു ഇനി ബറാത്ത് ദിവസത്തെ ചെയ്യാം. ബറാത്ത് ദിവസം ചിലർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. നമ്മൾ മുസ്ലിങ്ങൾക്കൊരു ഒരു റമദാനൊക്കെ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ് ബറാത്ത് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ആസ് യൂഷ്വൽ ചായ കൂടി പരിപാടി അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്ക് പോയപ്പോൾ ഉമ്മ ഭയങ്കര തകൃതിയായിട്ടുള്ള പണിയില്ല. നോക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നു, അത് മക്രോണി. നല്ല ടേസ്റ്റാണ് മക്രോണി ഉമ്മ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഫുള്ളായിട്ടില്ല, എന്നാലും പറഞ്ഞു തരാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി വാടാം. വെജീസ് വേണം, ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇടാം. ബീൻസൊക്കെ ഇടാം, അങ്ങനെ എല്ലാം ഇടാം. അപ്പോൾ അങ്ങനെ ആദ്യത്തേക്ക് വേവിച്ച് വെച്ച ചിക്കൻ നമ്മൾ മുളകും മഞ്ഞളും ഉപ്പെല്ലാം ഇട്ടിട്ട് വേവിക്കൂലേ, അങ്ങനെ അത് ഇട്ട് ആദ്യത്തേക്ക് മക്രോണി ഇടല പരിപാടി. പക്ഷേ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബറാത്തിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ബറാത്ത് എന്ന് പറയുമ്പോൾ ആ ദിവസത്തിന് മുമ്പില്ലേ ഈ വീട് മൊത്തം വൃത്തിയാക്കി വെക്കും. റൂമായാലും ബാത്റൂം കിച്ചൺ എല്ലാം വൃത്തിയാക്കി വെക്കും. അത് നമ്മൾ പ്രയർ ഡ്രസ്സ് എല്ലാം അലക്കി വെക്കും. അങ്ങനെ നല്ല എല്ലാം ക്ലീനാക്കി വെച്ച് ഫ്രഷ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ബറാത്തിൻ്റെ ദിവസം. ഭയങ്കര അങ്ങനെയുണ്ട്. പിന്നെ ഒരു ഇത് നമുക്കുണ്ട്, അത് എത്ര ആൾക്കുണ്ട് എന്നറിയില്ല. പുതിയ ഡ്രസ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ നല്ല പെരുന്നാളിനെല്ലാം ഇടുന്ന പോലത്തെ അങ്ങനത്തെ അല്ലേ. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന നല്ലത് വാങ്ങി അങ്ങനെ ഇടുക, അല്ലേ നല്ലതുള്ളത് അത് ഇടുക, അങ്ങനെയൊക്കെ ഉണ്ട്. അത് എത്ര പേർക്കുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെ ബറാത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്ക് ടു മക്രോണിയും. അതിലേക്ക് മക്രോണി ഇട്ട് വേവിച്ച് വെച്ച് മക്രോണി വേവിക്കുമ്പോൾ ഓയിൽ പിന്നെ മഞ്ഞൾ ഉപ്പെല്ലാം ഇട്ടിട്ടാണ് വേവിക്കുക. അപ്പോൾ അതെല്ലാം ഇട്ട് ചില സമയത്ത് സോസ് ഇടും കേട്ടോ. ആ സോസ് ഇട്ടെല്ലാം അതിൻ്റെ വേറൊരു ടേസ്റ്റ് കിട്ടും. എല്ലാം ഞാൻ സോസ് കൂട്ടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും മക്രോണിക്ക്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോൻ പറഞ്ഞിട്ട് അവന് ഇൻസ്പെക്ഷന് പറഞ്ഞ എന്തൊക്കെയുണ്ട് അവനക്ക് എടുക്കാൻ പറ്റിയെന്ന് നോക്കണ്ടിട്ട്. എല്ലാം ഇപ്പോൾ കളിസ്ഥാനത്തിന് പുറമേ ഉണ്ടാവും കുറേ കിച്ചണിൽ പാത്രം സ്പൂണൊക്കെ എടുത്തിട്ട് പോയി കളിക്കുന്നത്. അത് അധികം ഉണ്ടാവും. ഇപ്പം പക്ഷേ എന്നാലും കുറച്ച് കുറവുണ്ട്. പിന്നെ ഇപ്പം കണ്ടാ ഇവിടെ ഫുൾ മെസ്സായിട്ടില്ല. ഇനി ഇതൊരു ഉച്ചയെല്ലാം ഇതൊന്ന് ക്ലീനായി വരെ. ചിക്കനൊക്കെ എടുത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞു ചിക്കൻ പൊരിക്കാന്ന് വെച്ചിട്ട് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോട്ടാ. അപ്പോൾ ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ ബാക്കി മീൻ പിന്നെ ഇത് അങ്ങനെ പലതും ഉണ്ടാവും ഇങ്ങനെ മെസ്സായിട്ട്. ഇതൊക്കെ ഇനി ഒന്ന് ഒരുങ്ങി വരണം. അങ്ങനെ ഇതൊക്കെ ആക്കി ഞാൻ ഫസ്റ്റ് അടിച്ചു വരാനാണ് പോവാം. അത് കഴിഞ്ഞല്ലോ. അടിച്ചു വരാൻ പോകുമ്പോൾ തന്നെ ഓൻ നടന്ന കളി തുടങ്ങിയിന്. എൻ്റെ ഉപ്പാൻ്റെ ഒപ്പം നടന്ന കളി തുടങ്ങിയിന് എല്ലാം പരക്കെ ഇട്ടിട്ട്. അപ്പോൾ ഓനങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങ് അടിച്ചു വാരി കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ബറാത്തിൻ്റെ ദിവസം വെള്ളിയാഴ്ച. ഇന്നല്ലേ ബറാത്തിൻ്റെ ദിവസം. ആ ബറാത്തിൻ്റെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. അതിന് ഓനോ ഒരുക്കിയത് ഞാൻ പോയി. അപ്പോഴത്തേക്കും ഉമ്മ ഇവിടുന്ന് പിടിപ്പായസം, ബറാത്തിൻ്റെ നമ്മളെ പ്രധാനപ്പെട്ട ഒന്നാണ് പിടിപ്പായസം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിയുണ്ട ഇതും പിന്നെ കായില്ല പഴമൊക്കെ ഇട്ടിട്ടാക്കുന്നത്. അങ്ങനെ ഞാൻ മോനെ ഒരുക്കി ഉപ്പാൻ്റെ ഒപ്പം പള്ളിയിൽ പോയി. വെള്ളിയാഴ്ച ജുമ ഉണ്ടാവില്ലേ, അപ്പോൾ പള്ളിയിലേക്ക് പോയിട്ട് നമ്മൾ വീണ്ടും ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞ പോലെ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് നമ്മൾ ചോറൊക്കെ ആക്കണ്ടേ. ചോറാക്കണം. പിന്നെ ചോറിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. മുറിച്ചിടലും കാര്യങ്ങളൊക്കെ മസാലയൊക്കെ ഏകദേശം ആയിരുന്നേനും. ഇനി ചോറ് മാത്രമേ ആക്കണ്ടു. അപ്പോൾ അങ്ങനെ ഓനിക്കിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വെച്ച് ഞാൻ ചോറിൻ്റെ കാര്യത്തിലേക്ക് പോയി. ചോറ് ബിരിയാണിയൊക്കെ ആക്കി വെച്ച് ഉമ്മയാണെങ്കിൽ പായസം ആക്കേണ്ട തിരക്കിലാണ്. പായസത്തിനുള്ള പഴം മുറിക്കുന്നത് പായസം. അങ്ങനെ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ആക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളെ മറ്റന്നാളെ അങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പായസമൊക്കെ അടിപൊളി പായസം, നല്ല ടേസ്റ്റായത് ഈ പായസം എന്ന് പറയുന്നത്. പാലൊന്നുമില്ല, തേങ്ങാപ്പാലല്ല ആക്കുന്ന പായസം. അപ്പോൾ അങ്ങനെ ആ പായസമായി. അപ്പോഴത്തേക്ക് അവർ വന്നിരുന്നു പള്ളിയിൽ നിന്ന്. പിന്നെ നമ്മൾ ചോറെല്ലാം അധികം നമ്മളെല്ലാവരും ഉണ്ടാകും ഒരുമിച്ചിട്ട്. എല്ലാവരും ഞാനും ഉമ്മയും എൻ്റെ മോനും അത്ര തന്നെ. നമ്മളങ്ങനെ ഞാൻ ചോറ് തിന്നുമ്പോൾ ഇപ്പോൾ മോൻ പറഞ്ഞു ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓനക്ക് പായസം കൊടുത്തവൻ പറഞ്ഞ് എമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറയിപ്പിച്ചതല്ലേ, ഓൻ്റെ ഇഷ്ടത്തിന് ഓൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനാക്കിയതല്ലോ, ഉമ്മ ആക്കിയതാണല്ലോ, എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവന് പായസം കുടിച്ചിട്ടൊന്നുമില്ല, 2-3 വട്ടം അങ്ങനെ വായിലാക്കി പിന്നെ നിർത്തി. പിന്നെ ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഉമ്മാക്കുള്ളതാ. എന്തെങ്കിലും ഇവിടെ ആക്കിയാൽ കുറേ ആക്കും, എന്നിട്ട് ഏട്ടത്തിമാർക്കെല്ലാം കൊടുത്തു വിടും. ഉമ്മാക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് അത്. ഇപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന നേരം മറ്റേ കവറും കോലും പൊട്ടിച്ചിട്ട് അതിലും കൂടി എന്നുള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ അത് തുറന്ന് കാണിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. 2 പായസം തന്നെയാണ്, 2 ഏട്ടത്തിമാർക്ക് കൂടെ കൊടുക്കുക. 3 ഏട്ടത്തിമാരുണ്ട്, ഒരാൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നോക്കില്ല. അപ്പോൾ അങ്ങനെ അത് ആക്കി ഒരാൾക്ക് അച്ചാറും കൂടിയും എന്തെങ്കിലും പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എല്ലാം കൊടുത്തു വിടേണ്ടാവും. എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കില്ലേ അവസ്ഥ. അപ്പോൾ അവരങ്ങനെ പോയി. അതും കുഞ്ഞിപ്പയും എൻ്റെ മോൻ തന്നെ പോയി. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പ എപ്പോൾ വൈകുന്നേരം ചെടികൾക്ക് വെള്ളം നനക്കും. പിന്നെ ആഴ്ച എന്തായാലും കുഞ്ഞിപ്പ പോയില്ലേ, ഞാൻ നനക്കാന്ന് മേടിച്ചിട്ട് ഞാനങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം നനച്ച് പിന്നെ എന്നാൽ വൈകുന്നേരം അതിന് അപ്പത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു. ആ പണികളൊക്കെ കഴിച്ച്
അപ്പോഴേക്കും മഗ്‌രിബൊക്കെ ആയി. മഗ്‌രിബിൻ്റെ സമയമായി. ചായ കുടിച്ച് മഗ്‌രിബിന് ചായ കുടിക്കുമല്ലോ, അത് കുടിച്ച് കഴിയുമ്പോഴേക്ക് അവർ പോയ കുഞ്ഞിപ്പയും മോനും തിരിച്ച് വന്നേ. പിന്നെ അവർ കുറച്ച് പോയ കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ ആ സമയം പോയി. രാത്രിക്കത്തെ ഫുഡൊന്നും ആക്കണ്ടേനു. ഉച്ചയ്ക്ക് ബിരിയാണി ആക്കുന്ന ദിവസം നമുക്ക് രാത്രിക്ക് ഫുഡ് വേണ്ട. ഉച്ചക്കത്തെ ബിരിയാണി തന്നെ രാത്രിക്ക്. അധികം വീട്ടിൽ എങ്ങനെ ആയിരിക്കില്ലേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ കോമെൻറ്റ് ബിലോ എന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷനായിട്ടുള്ള വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ് എടുത്തതിനോ അങ്ങനെ എന്തെങ്കിലും ആയാലും നമുക്ക് ട്രൈ ചെയ്യാം, നോക്കാമല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.